ചിക്കൻ വിഭവങ്ങൾക്ക് ഇനി അല്പം ചിലവേറിയേക്കും. വിപണിയിൽ ചിക്കൻ വില വീണ്ടും കിലോക്ക് 200 രൂപയായി. കോഴിത്തീറ്റ വില ഉയർന്നതും ചോളം ലഭ്യത കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം. ചിക്കൻ വില ഉയർന്നതോടെ വാങ്ങുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായി. വിലക്കയറ്റം കുടുംബ ബജറ്റിനെ നേരിട്ട് ബാധിക്കുന്നതിനാൽ പലരും വാങ്ങുന്ന അളവിലും കുറവുണ്ടായിട്ടുണ്ട്. കോഴിത്തീറ്റയുടെ പ്രധാന അസംസ്കൃത വസ്തുവായ ചോളം ലഭ്യത കുറഞ്ഞതാണ് തീറ്റ വില ഉയരാൻ കാരണമായത്. എത്തനോൾ ഉൽപാദനത്തിനായി കൂടുതൽ ചോളം ഉപയോഗിക്കുന്നതോടെ വിപണിയിൽ ലഭ്യത കുറഞ്ഞതും അതിന്റെ പ്രത്യാഘാതമായി കോഴിത്തീറ്റയുടെ വില വർദ്ധിച്ചതുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണമെന്ന് വ്യാപാരിയായ KV മുഹമ്മദ് പറയുന്നു. ഇപ്പൊ കസ്റ്റമർ വളരെ കുറച്ച് വരുന്നുണ്ട്. ആദ്യം കൂടുതൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പൊ വില കൂടി കാരണം എല്ലാ കടകളിലും ഒരുപാട് ഗണ്യമായി ബിസിനസ് കുറഞ്ഞിട്ടുണ്ട്. കോഴിത്തീറ്റയുടെ വില ചാക്കിന് 450-500 രൂപ കൂടിയിട്ടുണ്ട്. അതാണ് മെയിൻ കാരണം. ആ കോഴിത്തീറ്റ അടങ്ങിയിരിക്കുന്ന ചോളം അമിതമായിട്ട് അന്യ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. ഈ ഡീസലിന് ആവശ്യമായ പെട്രോളിന് ആവശ്യമായ എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ അമിതമായ വില കൂടാൻ കാരണം. കോഴി വളർത്തുന്നതിനുള്ള ചിലവ് ഗണ്യമായി ഉയർന്നതോടെ അതിന്റെ അധിക ഭാരം വിപണി വിലയിലും പ്രതിഫലിക്കുകയാണ്. വിലക്കയറ്റം ഉപഭോക്താക്കളെ മാത്രമല്ല, ചിക്കൻ വിഭവങ്ങൾ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടൽ മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. Walk into the world of elegance. The largest showroom of tiles and sanitary wares. Core Stones. Tiles, sanitary ware. Plumbing hardware. Bathroom fittings. Electricals. Building materials. Marbles. A unique collection of masterpieces. Experience life's journey in luxury. Core Stones. Paripai, Srikandapuram.